നിങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ കൂടെ ഉണ്ടാവും. നിങ്ങളിൽ ഒരുവളായിട്ട്, വേറെ വ്യത്യാസങ്ങളൊന്നും കാണണ്ട. നിങ്ങളെല്ലാവരിലും ഒരുവളായിട്ട് എന്നെ കാണണം. എന്നോട് എനിക്ക് പ്രസംഗിക്കാനൊന്നും അധികം അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് കിട്ടിയതിലേക്ക് പേടിയായി. എന്നാലും അപ്പോൾ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് കൈയടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധയായ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് ബിന്ദു ജോർജിനെ കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പൈലപ്പേട്ടൻ 3 തവണ നമ്മുടെ നഗരസഭയുടെ ചെയർമാനായിരുന്നു. ലളിതമായ ജീവിത ശൈലിയിലൂടെ പ്രവർത്തന മികവിലൂടെ മുന്നോട്ട് പോകുന്ന പൈലപ്പേട്ടനെയും കൈയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പല വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വശത്ത് ചുമരെഴുത്തുകൾ നടക്കുന്നു, മറുവശത്ത് ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നു, മൗത്ത് പബ്ലിസിറ്റി, സ്ക്വാഡ് വർക്ക്. ഈ പ്രചരണങ്ങൾക്കിടയിലൊക്കെ തന്നെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോടൊപ്പം ഒരു കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രചരണ രീതിയുണ്ട്. അതാണ് കുടുംബയോഗങ്ങൾ. ഈ കുടുംബയോഗങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്തുന്നത് LDF ആണ്. പക്ഷേ ചാലക്കുടി നഗരസഭയിൽ ഇത്രയേറെ ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു വാർഡിലെ കുടുംബയോഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ചാലക്കുടി നഗരസഭ വാർഡ് 7 പോട്ടച്ചിറയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബിന്ദു ജോർജിൻ്റെ കുടുംബയോഗമാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, ഈ വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളിൽ പൊതുവെ ഇത്തരം കുടുംബയോഗങ്ങൾക്ക് ആളുകൾ കുറവായിരിക്കും. പക്ഷെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിരവധിയായിട്ടുള്ള സ്ത്രീകൾ, വീട്ടമ്മമാർ, യുവതികൾ, വയോധികരായിട്ടുള്ളവർ എല്ലാവരും ചേർന്ന് ഒരു വീടിൻ്റെ മുന്നിൽ തമ്പടിച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഈ പ്രദേശം ഉൾപ്പെടുന്ന പഴയ വാർഡിലെ മെമ്പറായിട്ടുള്ള VO പൈലപ്പേട്ടൻ, അതുപോലെ കോൺഗ്രസിൻ്റെ സമാരാധ്യരായിട്ടുള്ള MLA അടക്കമുള്ള MLA സനീഷ് കുമാർ ജോസഫ് അടക്കമുള്ള നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് ഈ കുടുംബയോഗങ്ങളിൽ നേതാക്കൾ പ്രസംഗിക്കുന്നത്. ഈ കുടുംബയോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം പങ്കാളിത്തമാണ്. ഈ പങ്കാളിത്തം കണ്ടിട്ട് തന്നെ പലർക്കും ഞെട്ടി. അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് VO പൈലപ്പേട്ടൻ്റെ ഒരു ജനകീയത തന്നെയാണ്. അദ്ദേഹം ജനങ്ങളോടൊപ്പം ഇറങ്ങിച്ചെല്ലും. ഞാൻ അദ്ദേഹത്തെ പറ്റിയിട്ട്, അദ്ദേഹം ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നതിനെ പറ്റിയൊക്കെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ബിന്ദു ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയുടെ കുടുംബ യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകൾ, അത് UDFനെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി നഗരസഭയിൽ ശരിക്കും എടുത്തു കാണിക്കാൻ പറ്റാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കുടുംബയോഗങ്ങളിൽ ഒന്നായിട്ട് മാറി വാർഡ് 7 പോട്ടച്ചിറയിൽ ബിന്ദു ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കുടുംബയോഗം. അതായത് നമ്മൾ അറിയില്ല, ഈ യുവാക്കളൊക്കെ ഇത്തരം പരിപാടികളിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയതാണ്. പക്ഷേ യുവതികൾ അവിടെ വന്നിരിക്കുന്നു, MLA പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും വിജയഭാവങ്ങളും നേരാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അതിനുശേഷം ഈ പരിപാടികൾക്കൊക്കെ ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സ്നേഹവിരുന്ന് കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബയോഗങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നടത്തുന്നൊരു പ്രദേശമാണ് ചാലക്കുടി നഗരസഭ. ആ ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും ഐക്യത്തോടെ ഇത്രയേറെ വനിതകൾ പങ്കെടുത്ത ചാലക്കുടി നഗരസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബയോഗമായിട്ട് മാറി ബിന്ദു ജോർജ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ കുടുംബയോഗം. കൊള്ളയ്ക്കും അഴിമതിക്കുമൊക്കെ കൂട്ടുനിന്ന പിണറായി വിജയനും ജയിലിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ ആരും മറക്കണ്ട. ആ രീതിയിലാണ് ഈ ഗവൺമെന്റിന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ അമിത്ഷായുടെ ഒപ്പം പോയി ചായ കുടിച്ച് എല്ലാ കേസുകളും സെറ്റിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന RSSഉം സംഘപരിവാറും ഒക്കെ കൂട്ടുചേർന്നുകൊണ്ട് എങ്ങനെയും ഭരണം നിലനിർത്തിയാൽ മതി എന്നുള്ള സ്ഥിതിയിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ബിന്ദു ജോർജിനെ ജയിപ്പിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പോലും, ഇപ്പോൾ എതിരി നിൽക്കുന്ന ഒരു എതിരാളി എന്നുള്ള നമ്മൾ പറയാം, എതിരാളികൾ പോലും ഒരു കാര്യം പറയുന്നുണ്ട്, എന്തായാലും UDF തന്നെ ഭരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ എല്ലാവരും യോഗ്യരാണ്, ആരും ഞാൻ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കുട്ടികളൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞ എൻ്റെ മക്കളെ പോലെയാണ്. ഇപ്പോൾ പ്രധാന എതിരാളി എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ മോളും ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ മക്കളെ പോലെ. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് UDFുമായി ചേർന്ന്, കൗൺസിലുമായും MLA-മായും MP ആയിട്ട് ചേർന്ന് പോകുന്ന ഒരാളാണ് അനിവാര്യം. ഈ 7-ാം വാർഡിൽ നിന്ന്
ബിന്ദു ജോർജിനെ കൈപ്പത്തി അടയാളത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് പറ്റിയത്. രണ്ടാമത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഒരുപാട് ഇപ്പം ഇന്ന് തന്നെ ഇത് മൂന്നാമത്തെയാണ്. ഒരുപാട് കുടുംബസംഘങ്ങൾ പോയിട്ടില്ല. ഇത്രയും വനിതകൾ പങ്കെടുത്ത ഒരു യോഗം ചാലക്കുടി നഗരസഭയിൽ ഒരു വാർഡിലും ഉണ്ടായിട്ടില്ല. അതിനെ പ്രത്യേകം നിങ്ങളെ അനുമോദിക്കുക.